നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഫിഷ് നിർവാണ ആണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു പോർച്ചുഗീസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നമ്മൾ മധ്യ കേരളത്തിലെ സിറിയൻ കത്തോലിക്കക്കാരുടെ ഇടയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു മീൻ നിർവാണ, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾ കേരളക്കാരുടെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടമാവുന്ന രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിന്നിവിടെ ആവോലിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്മീനിലും ചെയ്യാം. കുറച്ച് വലിയ ഫിഷ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി നല്ല വരയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേക്കേണ്ട മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യാറ്, അത് തന്നെയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പം കശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചില്ലി പൗഡർ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം. ഇനി നമ്മുടെ ഫിഷിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഇത് വെക്കണം. നിങ്ങൾക്കൊരു 30 മിനിറ്റ് വരെയൊക്കെ വെക്കാം. അപ്പം മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് അതൊന്ന് സെറ്റായിട്ട് വരും. അപ്പം ഞാൻ 2 ഫിഷിലേക്കും നന്നായിട്ട് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഫിഷിന് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് മൊരിച്ചെടുക്കണം. പിന്നെ അകവശം കുക്കാവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് കോക്കനട്ട് മിൽക്കിലൊന്ന് പോച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 വശവും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം നമുക്കിത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ മാറ്റി വെക്കാൻ പോവാണ്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് അടുക്കാം. ഇനിയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ് കേട്ടോ ഇതിപ്പോൾ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ മേലയിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കണം. വാഴയില വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തൊരു വാഴയിലയുടെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കണം. നിങ്ങൾ കുറച്ച് അകവശം കുഴിയുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിൻ്റെ ഇപ്പം വലിയ മീനായതുകൊണ്ട് ഞാനൊരു പരന്ന പാത്രത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഞാനിവിടെ 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് തേങ്ങയുടെ 1/4 പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കാൻ പോകുന്ന സാധനങ്ങളാണ് പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്യണം. നല്ല പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കാം ഇത് കുക്ക് ചെയ്യുമ്പോൾ. കുഴപ്പമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പറും സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പെപ്പർ ആഡ് ചെയ്യുക, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിട്ട് കഴിഞ്ഞു. ഇനി ഇതിനെ ചെറുതായിട്ട് നല്ലോണം തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കോക്കനട്ട് മിൽക്ക് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കുറുകി നല്ലൊരു ബട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് വരണം. അപ്പോഴേക്കും നമ്മുടെ ഫിഷൊക്കെ ഇതിൽ കിടന്ന് നല്ല ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും. അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണ, ആവോലി നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്. ആ ഒരു ഫ്രഷ് ജിഞ്ചറിൻ്റെയും കോക്കനട്ട് മിൽക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഫിഷ്, ഈ ആവോലി ഭയങ്കര സോഫ്റ്റായിരുന്നു. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ അത് പൊളിച്ചിങ് എടുക്കുമ്പം തന്നെ അത് എത്രമാത്രം സോഫ്റ്റാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഫ്രഷ് ജിഞ്ചറിൻ്റെയും കോക്കനട്ട് മിൽക്കിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ.
നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫിഷൊക്കെ. അപ്പം ചോറിൻ്റെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെ ആയാലും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇഷ്ടമായാലും ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.